ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഏകദേശമൊക്കെ. കാരണം നമ്മുടെ പൊട്ടാറ്റോ ഫ്രഞ്ച് ഫ്രൈസ് മോഡലിലുള്ളൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, പേരറിയുന്നവരൊന്ന് താഴെ കമൻ്റ് ആക്കാം. ആദ്യം ഞാനിവിടെ ഇപ്പോൾ ഒരു 6 ചെറിയ പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് ബോയിൽഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിലടിച്ചെടുത്താൽ നല്ല രീതിയിൽ ബോയിൽഡായിട്ട് വരും. പിന്നെ നമ്മളത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉടച്ചിട്ട് കൈകൊണ്ട് കുഴക്കാൻ പറ്റുന്ന ഒരു പരിവാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ കോൺഫ്ലവർ ഇടുന്നതോടും ഇതിന് ക്രിസ്പിനെസ് വരുന്നതായിരിക്കും. പിന്നെ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ കുറച്ച് ഉപ്പേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, കാരണം ഞാൻ ബോയിൽഡ് ചെയ്യുമ്പം കുറച്ചധികം ഉപ്പിട്ടിട്ടാണ് ഞാൻ ബോയിൽഡ് ചെയ്തെടുത്തത്. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് ഓരോ ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് ഷേപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആകെ വർക്കായിട്ടുണ്ടായിരുന്നത് ഇതുമാതിരി റോളാക്കിയിട്ടുള്ളതാണ്. ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് ഒരു സ്ക്വയർ ടൈപ്പാണ്. പക്ഷേ ഈ സ്ക്വയർ ടൈപ്പ് നമ്മൾ ഓയിലിടുന്ന സമയത്ത് ഇങ്ങനെ പൊന്തിയിട്ട് പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ റൗണ്ട് ആക്കിയിട്ട് തന്നെ ഇതാക്കാൻ നോക്കാം. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ചൂടായ ഓയിലിലേക്ക് നമുക്കിതിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ എണ്ണയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം, കാരണം ഇത് വേഗം ഫ്രൈ ആയിട്ട് വരും. കാരണം നമ്മൾ പൊട്ടാറ്റോ ബോയിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എണ്ണയിലിടുമ്പം തന്നെ നമുക്ക് വേഗം നമുക്ക് കോരി മാറ്റാൻ പറ്റും. അങ്ങനെ ഞാനിതാ ആദ്യത്തെ ട്രിപ്പ് എനിക്ക് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നിരുന്നു ഗൈസ്. കണ്ടോ, ഒരു മിസ്റ്റേക്ക് ഒന്നും പറ്റിയിട്ടില്ല. സെക്കൻഡ് ട്രിപ്പ് എന്തായാലും എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് എയർ കയറിയിട്ട് ഇങ്ങനെ പൊട്ടുന്ന മാതിരി ആയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിപ്പം പറഞ്ഞത് ഗൈസ്. നല്ല രീതിയിൽ ഇതുമാതിരി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതുമാതിരിയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് കോരി മാറ്റിയെടുക്കാം. അങ്ങനെ എല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചൂടോടെ കഴിക്കാൻ നല്ല അടിപൊളി ക്രിസ്പിനെസ്സാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പിനെസ്സൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങ് കൊണ്ടൊക്കെയുള്ള റെസിപ്പി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും, കാരണം അത്രയും ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു മിനി വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും കയറി കാണാം. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താഴെ കമൻ്റ് ആക്കുക. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.